മലപ്പുറം കാളികാവിലെ നരഭോജിക്കടുവയുടെ ദൃശ്യങ്ങൾ വീണ്ടും വനംവകുപ്പിന്റെ ക്യാമറയിൽ. കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച ക്യാമറയിലാണ് രാവിലെ 6 മണിക്ക് കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഈ പ്രദേശത്ത് വ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചു. വിപിൻ സി വിജയൻ വിവരങ്ങൾ ചേർന്നു. വിപിൻ, നേരത്തെ ഉള്ളതുപോലെ 20 പേരടങ്ങുന്ന 3 സംഘങ്ങൾ തന്നെയാണോ തിരച്ചിൽ? അഷ്മി, വനം വകുപ്പിന്റെ വ്യാപക തിരച്ചിൽ ഇപ്പോൾ ഈ സുൽത്താന എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 7 കാളികാവിൽ ഇറങ്ങിയ നരഭോജി കടുവ അത് 7 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ കരുവാരുകുണ്ട്, അത് തൊട്ടടുത്ത പ്രദേശമായ കരുവാരുകുണ്ടിലെ മദാരി എസ്റ്റേറ്റിലെ എസ് വളവിന്റെ പ്രദേശത്ത് വെച്ച് നാട്ടുകാരും ഒപ്പം തന്നെ വനം വകുപ്പിന്റെ RRT സംഘവും കണ്ടത്. പക്ഷേ വെടിവെക്കാൻ സാധിച്ചിരുന്നില്ല. മയക്കുവെടി വെക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇന്നലെ വളരെ രാത്രിയൊക്കെ ആ ഒരു തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ കടുവയെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ആ ഒരു പ്രദേശത്ത് മുഴുവനായും ക്യാമറകൾ സ്ഥാപിച്ചത്. 30ഓളം ക്യാമറകളാണ് ഇന്നലെ വനംവകുപ്പ് സ്ഥാപിച്ചത്. അതിലൊന്നിലാണ് ഇന്ന് ഈ സുൽത്താന എസ്റ്റേറ്റിൽ തൊട്ടടുത്ത സ്ഥലം തന്നെയാണ് സുൽത്താന എസ്റ്റേറ്റിൽ രാവിലെ 6 മണിക്ക് കടുവ പോകുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രദേശത്ത് 20 പേരടങ്ങുന്ന 3 സംഘങ്ങളായുള്ള തിരച്ചിൽ നടത്തുന്നു. ഒപ്പം തന്നെ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ മയക്കുവെടി വെക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായാണ് ഇപ്പോൾ കടുവയ്ക്കായുള്ള തിരച്ചിൽ. ഒപ്പം തന്നെ ഈ പ്രദേശത്ത് കൂടുകൾ സ്ഥാപിക്കുകയും ചെയ്യും. ഇത് 2ാമത്തെ തവണയാണ് ക്യാമറയിൽ കടുവ കുടുങ്ങുന്നത്. പക്ഷേ ഇപ്പോഴും പിടികൂടാനായിട്ടില്ല എന്നുള്ളത്, ജനവാസ മേഖലയാണ് ഇതൊക്കെ, അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആശങ്ക അത് 10 മടങ്ങ് വർദ്ധിച്ച ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആഷ്മി, ഓക്കെ, വിപിൻ സി വിജയനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കാളികാവിലെ കടുവ ഇപ്പോഴും കാണാമറയത്താണ്. പക്ഷേ ക്യാമറ ട്രാപ്പിൽ പിന്നെയും ആ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. അപ്പോൾ ആ മേഖലയിൽ വനം വകുപ്പിന്റെ സംഘം 20 പേരടങ്ങുന്ന 3 സംഘങ്ങൾ തെരച്ചിൽ തുടരുകയാണ്.